യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യ സമൂഹമേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ റബ്ബിനെ സൂക്ഷിക്കണം. നിങ്ങളെ റബ്ബാണോന് നിങ്ങൾക്ക് വേണ്ടത് വേണ്ട സമയത്ത് പാകത്തിന് തന്ന് നിങ്ങളെ പൂർണ്ണതയിലെത്തിക്കുന്നവൻ. അവനാണ് നിങ്ങളെ റബ്ബാണ്. ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന സൽസലത്തസ്സാഅതി ലശൈഉൻ അളീം, ഖിയാമത്ത് നാളിൻ്റെ ആ പ്രകമ്പനം വല്ലാത്തൊരു പ്രകമ്പനം തന്നെയാണ്. യൗമ തറൗനഹാ, അതങ്ങ് കാണുന്ന ദിവസം. തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, ഒരു കൈക്കുഞ്ഞിന് മുലയൂട്ടുന്ന ഉമ്മ ആ കുട്ടിയുടെ കാര്യത്തിൽ അശ്രദ്ധയാകും. ഒരു ഉമ്മ കുട്ടിക്കിങ്ങനെ നടന്നിട്ടാണ് മുല കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ മുലയൂട്ടുന്ന സമയത്ത് അറിയാതൊന്ന് തട്ടിത്തടഞ്ഞ ആ ഉമ്മ വീഴുകയാണെങ്കിൽ പോലും പടച്ചോനെ റബ്ബേ എൻ്റെ കുട്ടിക്കൊന്നും പറ്റരുതെന്ന് വെച്ചിട്ട് പരമാവധി കുട്ടി എന്ത് ചെയ്യും? ചേർത്ത് പിടിക്കും, കുട്ടിയെ ചേർത്ത് പിടിക്കും. എങ്കിലാ ഖിയാമത്ത് നാളിൻ്റെ പ്രകമ്പനം തുടങ്ങിയാൽ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, മുലയൂട്ടുന്ന പെണ്ണ് ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അശ്രദ്ധയാകും. കുഞ്ഞ് കയ്യിൽ നിന്ന് വീണു പോകും. വതളഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹാ, ഗർഭിണികളായ പെണ്ണുങ്ങളറിയാതെ പ്രസവിച്ചു പോകും. ലക്ഷക്കണക്കിന് അബോർഷനുകൾ നടക്കും. ഗർഭം ധരിച്ചതൊക്കെയും അലസിപ്പോകും. വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ, ആളുകളെ കണ്ടാൽ അവർക്കൊക്കെ ഭ്രാന്തി പിടിച്ചു എന്ന് തോന്നും. എല്ലാവർക്കും മത്ത് ബാധിച്ചിരിക്കുന്നു എന്നാണ് വിചാരിക്കുക. വമാ ഹും ബിസുകാറാ, സത്യത്തിൽ അവർക്ക് മത്ത് പിടിച്ചതല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിൻ്റെ ശിക്ഷ കഠിന കഠോരമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ധൂളികളെ പോലെ പാറി പറന്നു പോകണമെങ്കിൽ ഖിയാമത്ത് നാളിനുണ്ടാകുന്ന ഒരു കാറ്റിൻ്റെ ശക്തി എത്ര ആയിരിക്കും? അപ്പം അന്ന് മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഇതിലുള്ള പാഠങ്ങൾ മനുഷ്യൻ ചിന്തിക്കണം. യജമാനനായ റബ്ബിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം എന്ന് തിരിച്ചറിയണം. അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ, നിങ്ങളിൽ പലരെയും ആണാക്കിയത് നാമാണ്, പെണ്ണാക്കിയത് നാമാണ്. നിങ്ങൾക്കതിലെന്ത് പങ്കുണ്ട്? ഈ മറൻ്റെ ഇപ്പുറമുള്ളവര് ആണുങ്ങൾ. നമ്മളിൽ ആരെങ്കിലും ആണായത് നമ്മളിൽ ആരുടെയെങ്കിലും തീരുമാനം അനുസരിച്ചാണോ? ആണോ? എന്തെങ്കിലും മിണ്ടാത്തൊരു കാര്യം ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. നമ്മളാരും ആണുങ്ങളായത് നമ്മളൊരു തീരുമാനം അനുസരിച്ചൊന്നും അല്ലല്ലോ. ഈ മറക്കപ്പുറത്തുള്ള സഹോദരിമാരെ, നിങ്ങളിൽ ആരെങ്കിലും പെണ്ണായത് നിങ്ങളിൽ ആരുടെയെങ്കിലും തീരുമാനം അനുസരിച്ചാണോ? അല്ലല്ലോ. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ ജീവിതമാണ്, അതെൻ്റെ ചോയ്സാണ്, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ആവും, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. എന്താണ് ആ വർത്താനം? നമ്മളാണാകണമെന്നത് നമ്മുടെ തീരുമാനമല്ല, പെണ്ണാകണമെന്നതും നമ്മുടെ തീരുമാനമല്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഞാൻ ജനിക്കേണ്ടത് ഇന്നാലിന്ന സംസ്ഥാനത്ത്, ഇന്നാലിന്ന രാഷ്ട്രത്തിൽ, ഇന്നാലിന്ന സംസ്ഥാനത്ത്, ഇന്നാലിന്ന ജില്ലയിൽ, ഇന്നാലിന്ന പഞ്ചായത്തിൽ, ഇന്നാലിന്ന പ്രദേശത്താണ്. അത് നമ്മളിൽ ഒരാളുടെയും തീരുമാനം അല്ലല്ലോ. എൻ്റെ ബാപ്പ ഇന്നാലിന്നയാളാവണം, എൻ്റെ ഉമ്മ ഇന്നാലിന്ന പെണ്ണാവണം, നമ്മുടെ തീരുമാനമല്ല. എൻ്റെ കളറ് ഇന്നാലിന്ന കളറാവണം, എൻ്റെ ഷെയ്പ്പ് ഇന്നാലിന്ന ഷെയ്പ്പാവണം, ഒന്നും നമ്മുടെ തീരുമാനമല്ല. എല്ലാം സൃഷ്ടാവായ റബ്ബിൻ്റെ തീരുമാനമാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നും തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ്. അതിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എന്നതുപോലെ നമ്മുടെ തീരുമാനമനുസരിച്ചല്ല നമ്മൾ ജനിച്ചത്, അതുപോലെ നമ്മുടെ മരണവും നമ്മുടെ തീരുമാനം അനുസരിച്ച് അല്ല ആവൂല. നമ്മളാരും നമ്മളെ തീരുമാനം അനുസരിച്ച് ജനിച്ചിട്ടില്ല. ഇനി നമ്മളാരും നമ്മളെ തീരുമാനം അനുസരിച്ചിട്ടല്ല
മരണപ്പെടുന്നു, ഇന്നാലിന ദിവസം ഇന്നാലിന സ്ഥലത്ത് വെച്ച് ഇന്നാലിന രൂപത്തിൽ ഇന്നാലിന നിലക്കാണ് എൻ്റെ മരണം. അതാർക്കും തീരുമാനിക്കാൻ അല്ലാഹു തആല അധികാരം കൊടുത്തിട്ടില്ല.